തമിഴിന്ന് ഒരു ത്രില്ലർ സിനിമ OTT വന്നിട്ടുണ്ട്. ഈ സീരിയൽ കില്ലിങ്സ്, റിവഞ്ച് ആ പരിപാടിയൊക്കെ പറഞ്ഞു പോണ പടമാണ് ഇന്ദ്ര. സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. അയ്യേ ഇന്ദ്ര, ഇതൊക്കെ ഏത് പടം, ഞങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ വരട്ടെ. ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ, പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വസന്ത് രവി, അനിക സുരേന്ദ്രനൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് 45 മിനിറ്റ്സ് വൺ കിടു പറഞ്ഞാൽ വൺ കിടു സാധനമായിരുന്നു. പിന്നീട് അങ്ങടെ അങ്ങനെ തന്നെ ആണോ അതോ അതിൽ നല്ലതാണോ എന്നുള്ളത് ഞാൻ പറയാം. സോ വസന്ത് രവി അറിയാത്തവർക്ക്, ജയിലറിൽ നമ്മുടെ രജനീകാന്തിന്റെ മകനായിട്ട് അഭിനയിച്ചില്ല ആളാണ് വസന്ത് രവി. ഒരു സസ്പെൻഡഡ് പോലീസ് ഓഫീസറാണ്, അതായത് സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാ. അപ്പൊ ആളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസും പിന്നെ പാരലായിട്ട് സീരിയൽ കില്ലിങ്സ് നടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കണക്ട് ആവുന്നു? ഇതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അതിൽ ആളുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസ് കാണിക്കുന്നുണ്ട്. മൺഡേ ടു സൺഡേ ആ സംഭവം കാണിക്കുന്നു. അതൊക്കെ കിടുവായിരുന്നു. ആള് ഭയങ്കര വെള്ളോടിയാണ്. അപ്പൊ ഹാലൂസിനേറ്റ് ചെയ്യും. അപ്പൊ ചില ഇൻസിഡൻസ് നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയിരിക്കും. അതൊക്കെ വൺ ട്വിസ്റ്റ് പരിപാടിയായിരുന്നു. ഇതിൽ സുനിലാണ് വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ വില്ലനെ കാണിക്കും. അപ്പൊ ഞാനൊക്കെ വിചാരിക്കും പിന്നെ എന്തോന്ന് സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലറടെ, എവിടെ എക്സൈറ്റ്മെന്റ്, എവിടെ എന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് അങ്ങനെയൊന്നും അല്ല. പക്ഷെ സുനിലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ ആയിട്ടാണ്. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ അണ്ണൻ ഒരു റോളും ഇല്ല. അതൊക്കെയാണ് ഈ സിനിമയിൽ കുറെ ഫ്ലോസ് ഉണ്ട്. ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിൽ സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ